ചോദ്യം: ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ പിതാവ് ഖുവൈലിദ് മരണപ്പെട്ടത് എപ്പോൾ? ഉത്തരം: ഹർബുൽ ഫിജാർ യുദ്ധത്തിൽ. ചോദ്യം: അലി റളിയല്ലാഹു അൻഹുവുമായി വിവാഹിതയാകുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വയസ്സെത്ര? ഉത്തരം: 18 വയസ്സ്. ചോദ്യം: പ്രവാചകത്വം ലഭിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനിച്ച ആൺകുട്ടികൾ ആരെല്ലാം? ഉത്തരം: ഇബ്രാഹിം, അബ്ദല്ലാഹ്. ചോദ്യം: ഇസ്ലാമിക അഭിവാദന സമ്പ്രദായമനുസരിച്ച ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിവാദനം ചെയ്തതാര്? ഉത്തരം: അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഏറ്റവും ശ്രേഷ്ഠത ആർക്ക്? ഉത്തരം: ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. ചോദ്യം: തഖീഫ് ഗോത്രത്തിലെ നിവേദക സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചത് എപ്പോൾ? ഉത്തരം: ഹിജ്റ 9 റമളാൻ മാസം. ചോദ്യം: മസ്ജിദുൻ നബവി നിർമ്മിക്കപ്പെട്ടത് എപ്പോൾ? ഉത്തരം: ഹിജ്റ 1-ാം വർഷം. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക നിയോഗത്തിന്റെ 10-ാം വർഷത്തിന് പറയപ്പെടുന്ന പേരെന്ത്? ഉത്തരം: ദുഃഖവർഷം. ചോദ്യം: ഉമ്മുൽ മുഅ്മിനീൻ സഫിയ റളിയല്ലാഹു അൻഹയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം നടന്നു എപ്പോൾ? ഉത്തരം: ഹിജ്റ 5-ൽ. ചോദ്യം: ഒരു മുസ്ലിം ഖലീഫക്ക് ജന്മം നൽകിയ ആദ്യ ഹാഷിമി വനിത ആര്? ഉത്തരം: അലി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഫാത്തിമ ബിൻത് അസദ്. ചോദ്യം: ഖദീജ ബിവി റളിയല്ലാഹു അൻഹ മരണപ്പെട്ടതെപ്പോൾ? ഉത്തരം: ഹിജ്റയുടെ 3 വർഷം മുമ്പ് റമളാൻ മാസത്തിൽ. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ അബ്ദല്ലക്ക് ത്വയ്യിബ് എന്നും ത്വാഹിർ എന്നും സ്ഥാനപ്പേരുണ്ട്. എന്തുകൊണ്ട്? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക നിയോഗത്തിന് ശേഷം ജനിച്ചതുകൊണ്ട്. ചോദ്യം: സൈനബ് റളിയല്ലാഹു അൻഹ, റുഖയ്യ റളിയല്ലാഹു അൻഹ എന്നിവർ ജനിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം എത്രയായിരുന്നു? ഉത്തരം: സൈനബ് റളിയല്ലാഹു അൻഹ ജനിക്കുമ്പോൾ 30-ഉം റുഖയ്യ റളിയല്ലാഹു അൻഹ ജനിക്കുമ്പോൾ 33 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ചോദ്യം: പ്രവാചക നിയോഗത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത പ്രധാന സംഭവങ്ങൾ. ഉത്തരം: ഹിൽഫുൽ ഫുദൂൽ, ഹർബുൽ ഫിജാർ, കഅബ നിർമ്മാണം,